പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിയാക്കുന്നത് കൊത്തു ദോശയുടെ റെസിപ്പിയാണ്. നമ്മൾ ദോശ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ ചട്നിയോ സാമ്പാറൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ കഴിക്കാം. ഇതെങ്ങനെ റെഡിയാക്കേണ്ടത് നോക്കാം അല്ലേ. ആദ്യം ഒരു കടായിലേക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണ ചൂടാകാൻ കുറച്ച് ടൈം എടുക്കും. ഇത് കാസ്റ്റ് അയണിൻ്റെ കടായിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ ആ ഹീറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ എരിവിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല കുറച്ച് തിക്കായിട്ടുള്ള ദോശ റെഡിയാക്കിയിട്ട് വയ്ക്കുക. ആദ്യം തന്നെ ഒരു 4 ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമല്ലോ. നമ്മളിതിലേക്ക് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും നമ്മുടെ എരിവിനെ നോക്കിയിട്ട് ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതിൽ ഞാനൊരു 3/4 സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. നമ്മളതിൽ ഉപ്പ് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ദോശയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അതിന് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കട്ടിയിലുള്ള ദോശ റെഡിയാക്കിയിട്ട് എടുക്കുക. അതല്ലാതിരുന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ കട്ടിയിലുള്ള ദോശ ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവില്ല. എന്നിട്ട് നമ്മളത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് വലിയ പീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങയിൽ നിന്നും ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതുപോലെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, കൊത്തുദോശ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കറിവേപ്പില തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.